സ്വരമാശ്രുവാൻ പരിപൂർണമീ സ്വരഭാജനം കരുണാനിധേ സത്യം വ്രതഭരിതതത്വം മമ ഹൃദയം ഭക്തി സ്വരലുളിതം പ്രണതോസ്മി ഗുരുവായൂപുരേശം പ്രതിദിനമനുചേത സ്മരഹരിപാദം നൽകുവാനെന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴി ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നു. ഞാൻ പാടി തന്നിട്ടുണ്ട്. കാരാട്ടുപറമ്പിൽ എള്ളോത്ത് വേലായുധംകുട്ടി പണിക്കരുടെയും ചന്ദ്രിക അമ്മയുടെയും മകനായി ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം രാമനാട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും ബിരുദം. പഠനശേഷം റെയിൽവേ പോലീസിൽ ജോലി നേടിയ അദ്ദേഹം ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ CBIയിൽ എത്തിച്ചേരുകയും 1999 ഇൻസ്പെക്ടറായി സ്ഥിര നിയമനം ലഭിക്കുകയും ചെയ്തു. തൻ്റെ ധിഷണാപരമായ അന്വേഷണ ശൈലി കൊണ്ടും കേസുകൾ തെളിയിക്കാനുള്ള പ്രാഗൽഭ്യം കൊണ്ടും വളരെ പെട്ടെന്ന് പ്രശസ്തി നേടിയ അദ്ദേഹം പിൽക്കാലത്തെ പ്രമാദമായ പല കേസുകളുടെയും ചുക്കാൻ പിടിക്കുന്നതാണ് നാം കണ്ടത്. ഖാലി ജനാർദ്ദനൻ റെഡ്ഡിയുടെ അനധികൃത ഖനന കേസ്, മുൻ മുഖ്യമന്ത്രി ജയലളിതയ്ക്ക് എതിരായ കേസ്, ആന്ധ്ര മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കെതിരായ കേസ്, വയലിനിസ്റ്റ് ശ്രീ ബാലഭാസ്കറിന്റെ മരണം സംബന്ധിച്ച കേസ്, പെരിയാർ ഇരട്ടക്കൊലപാതക കേസ്, കലാപൻ മണിയുടെ കേസ് തുടങ്ങിയവ അദ്ദേഹം അന്വേഷിച്ച കേസുകളിൽ ചിലതു മാത്രമാണ്. സ്തുത്യർഹ സേവനത്തിനുള്ള പോലീസ് മെഡൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൽ നിന്നും സ്വീകരിച്ച അദ്ദേഹത്തിന് 2021 മികച്ച അന്വേഷകന് ലഭിക്കുന്ന യൂണിയൻ ഹോം മിനിസ്റ്റർ അവാർഡും ലഭിച്ചു എന്നത് വളരെ അഭിമാനകരമാണ്. 2022 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയിൽ നിന്നും രാജ്യത്തെ ഏറ്റവും മികച്ച കുറ്റാന്വേഷകനുള്ള സ്വർണ്ണ മെഡലും അദ്ദേഹം നേടുകയുണ്ടായി. ഇപ്പോൾ ചെന്നൈ യൂണിറ്റിൽ അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ആയി പ്രവർത്തിക്കുന്ന അദ്ദേഹം കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ CBIയുമായി ബന്ധപ്പെട്ട കേസുകളുടെ ചുമതല വഹിക്കുന്നു. ശ്രീ TP ആനന്ദകൃഷ്ണൻ സർ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ TNSS സൗത്ത് ചെന്നൈ കരയോഗത്തിലെ ഒരു അംഗമാണെന്ന് ഞാൻ അഭിമാനത്തോടെ തന്നെ പറയട്ടെ. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ കുറ്റാന്വേഷണ രീതിയും പ്രവർത്തനങ്ങളും നമുക്ക് ഊർജവും പ്രചോദനവുമാണ്. അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിലും ഇനി ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തിന് നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. കൃത്യനിഷ്ഠതയും കർത്തവ്യബോധവും കൊണ്ട് ശ്രദ്ധേയനായ ശ്രീ അനന്തകൃഷ്ണൻ സാറിൻ്റെ സാന്നിധ്യം നമ്മുടെ ഈ ഓണാഘോഷ വേദിക്ക് ഒരു പ്രത്യേക ഭംഗിയും അഭിമാനവും നൽകുന്നു. നമ്മുടെ അഭിമാനമായ TP അനന്തകൃഷ്ണൻ സാറിനെ ഹാർദവുമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക്സ്. ഉപഹാരം സമ്മാനിക്കാനായി ശ്രീ K. പ്രദീപ്. സ്നേഹാദരം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നു ഒരു CBI ഓഫീസർ ഇവിടെ മുതൽ എന്താ പ്രസംഗിക്കാൻ പോകുന്നത്. കാരണം ഒരു കലാപരിപാടിയാണ്, അതിൻ്റെ ഇടയ്ക്കൊരു കലാപകാരികളുടെ കേസ് അന്വേഷിക്കുന്ന ഒരാൾ എന്ത് സംസാരിക്കും. അപ്പോൾ ഞാൻ അതിന് മുന്നേ ഒന്ന് പറഞ്ഞു, ഞാൻ പ്രസിഡന്റ് സാറോട് പറഞ്ഞു ഞാനൊരു ഗസ്റ്റല്ല, ഇവിടെ ഒരു ഹോസ്റ്റാണ്. അപ്പം പ്രസിഡന്റ് സാർ പറഞ്ഞു ഇന്നേക്ക് ഒരു ദിവസത്തിന് മാത്രം നിങ്ങൾ ഒരു ഗസ്റ്റായിട്ട് നിൽക്കുക. ഏതായാലും രാജേന്ദ്ര സാറോടും അതിൻ്റെ ഭാരവാഹികളോടും അതിൻ്റെ സ്നേഹം നിറഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞാൻ വേറെ ഒരു പേടി പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശോകൻ സാറോട് പാട്ട് പാടാൻ പറഞ്ഞു, പിന്നെ
ശരത് സാറോട് പാട്ട് പാടാൻ പറഞ്ഞു. അടുത്ത് CBI നിങ്ങളെന്തെങ്കിലും കാണിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ നോക്കി ആരെങ്കിലും അതിന് പറ്റിയ ആളുണ്ടോ എന്ന്. അപ്പോൾ നോക്കിയപ്പോൾ ശരത് സാറാണ് അതിൽ കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ആളുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആരും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഇതിലേക്ക് ഞാൻ എന്തായാലും കിടക്കുന്നില്ല. CBIൻ്റെ പറയുകയാണെങ്കിൽ അതിൽ നിറയെ വയലൻസും കുറേ കുടുംബ വ്യക്തിബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഉള്ള ഒരു സിനിമാ കഥമായിട്ട് തന്നെയാണ് അതുള്ളത്. കാരണം നമ്മൾ പല കേസുകൾ അന്വേഷിക്കുമ്പോഴും അതിൽ നിന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ എല്ലാം പിന്നിൽ വളരെ വ്യക്തിബന്ധങ്ങളുടെ അഭാവങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ന്യൂക്ലിയർ ഫാമിലിയുടെ ഇമ്പാക്റ്റും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. അത് നമുക്ക് ഒഴിച്ചുകൂടാവാത്തതാണ്. ഇപ്പം നിങ്ങൾ കേസ് കൂടുന്നതോളം ഞങ്ങളുടെ പണി കൂടിക്കൊണ്ടിരിക്കും. ഏതായാലും ഇന്നിവിടെ വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇതൊരു നായർ സമാജത്തിൻ്റെ പരിപാടിയാവുണ്ട്. ഒരു ചെറിയൊരു കാര്യം പറയാണ്. നിങ്ങൾ പല കേസുകൾ അന്വേഷിക്കുമ്പോഴും പലതരം ആൾക്കാരായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം രണ്ട് നായരുമായിട്ട് തന്നെ വേറെ ഇതുണ്ട്. ഒരു കാസ്റ്റാണ്. ഒന്ന് മീന എന്ന് പറഞ്ഞ കാസ്റ്റ് രാജസ്ഥാനിലുള്ള, അതേമാതിരി മാർവാഡീസ്, രണ്ടും രാജസ്ഥാനിലുണ്ട്. നമ്മുടെ എല്ലാ പരിപാടികളിലെയും സ്ഥിര സാന്നിധ്യമാണ് ശ്രീ ശിവദാസൻ പിള്ള സർ. ആശംസാ പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആശംസകൾ. ഇവിടെ സിനിമാ നടനും സംഗീത സംവിധായകനും പോലീസ് സൂപ്രണ്ടും അങ്ങനെയുള്ള വലിയ വലിയ വ്യക്തികൾ ഇരിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കാൻ വരുന്നത്. സത്യത്തിൽ വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ CS രാജേന്ദ്രൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ തുല്യമായ ശ്രീ അശോകൻ, അതേമാതിരി ശരത്ചന്ദ്, അതുപോലെ നമ്മുടെ കരയോഗത്തിൻ്റെ അംഗമായ ശ്രീ അനന്തകൃഷ്ണൻ സാർ, സ്റ്റേജിലിരിക്കുന്നവരെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണ്. എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാ സഹോദരന്മാരാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷേ എനിക്ക് സംസാരിച്ചതിൽ അശോകൻ സംസാരിച്ചതിനേക്കാട്ടി കൂടുതൽ ഇഷ്ടം അശോകൻ്റെ പാട്ടായിരുന്നു. 2 വരി ഉണ്ടെങ്കിൽ തന്നെയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അശോകൻ്റെ പാട്ട്, ആ സ്വരം. പക്ഷേ സംസാരിച്ച എന്താണെന്ന് ശരിക്കും എനിക്ക് വ്യക്തമായി കേൾക്കാൻ സാധിച്ചില്ല കേട്ടോ. ആദ്യം പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലോണം കേട്ടു, നന്നായിരുന്നു. പിന്നെ ശരത് സാർ പറയുന്നു നിങ്ങൾ കൈയടിക്കണം എന്നൊക്കെ. ഞങ്ങൾ സാധാരണ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ സൈലന്റ് എന്നാണ് പറയുന്നത്. എപ്പോഴും സൈലന്റ് പറയും. അതുകൊണ്ട് 14 വർഷം NSSുമായി പ്രവർത്തിക്കാനുള്ള സന്ദർഭം എനിക്ക് കിട്ടി. ഏതാണ്ട് 4-5 വർഷത്തിന് മുന്നേ വരെ മിക്ക സമയങ്ങളും ഞാൻ കോയമ്പത്തൂർ NSSൻ്റെ പ്രവർത്തനമായിട്ട് പോകും. ആ ഫ്ലൈറ്റിൽ എപ്പോഴും NSSൻ്റെ പ്രവർത്തനമായിട്ട് സഹോദരൻ അശോകൻ എപ്പോഴും ഉണ്ടാവും. ഏതാണ്ട് 3-4 വർഷം വരെ. ഈ 2-3 വർഷം കൊണ്ട് കാണാറില്ല അല്ലേ? ഒരു 3 വർഷമായി അദ്ദേഹത്തെ കണ്ടിട്ട് സംസാരിച്ചിട്ടും. 2-3 ദിവസത്തേക്ക് മുന്നേ ഞങ്ങളിങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചു, ഇതേമാതിരി നമ്മൾ അശോകനെ കണ്ടിട്ട് കുറേ നാളായല്ലോ എന്ന് കാണാൻ പറ്റും. അപ്പം പറഞ്ഞു, ഇല്ല ഇവിടെ അല്ല, OMR പോയെന്ന്. പക്ഷേ OMR പോയ കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ഇന്ന് യാദൃശ്യമായി അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അതാണ് ഈ ഓണാഘോഷത്തിൻ്റെ പ്രത്യേകത. നമുക്കറിയാം, ഈ ഓണാഘോഷം നടത്തുന്നു, NSS നടക്കുന്നു. ഇതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? NSS ഈ ഓണാഘോഷം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അല്ലെ NSS പ്രവർത്തിക്കുന്നതോടെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പക്ഷേ എനിക്കുണ്ട്. ഞാൻ ഈ 4 വർഷത്തൂടെ NSS പ്രവർത്തിച്ചത് കൊണ്ട് എനിക്ക് നിറയെ ബന്ധുക്കളെ കിട്ടാൻ സാധിച്ചു. കൊല്ലം കൊട്ടാരക്കര, കൊല്ലം ഡിസ്ട്രിക്ട്, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് എവിടെയൊക്കെ നായന്മാരുണ്ടോ അത് പറഞ്ഞു വരുന്ന സമയത്ത് എല്ലാം നമ്മുടെ സ്വന്തക്കാരാണ്. നിറയെ സ്വന്തക്കാരെ സമ്പാദിക്കാൻ എനിക്ക് കിട്ടി.
NSSൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അതുപോലെ ഇങ്ങനെ വളരെ കാലമായി സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ NSSന് വേണ്ടി ഇപ്പോൾ നിറയെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തന്നെ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു മഹിളാ സമ്മേളനം നടത്തി. ഏതാണ്ട് 1000-ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന സമ്മേളനമാണ് TNS നടത്തിയിരുന്നത്. ഇപ്പം മകളെല്ലാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറയുവാണ്, ഞങ്ങളൊരു കാര്യം, ഞങ്ങൾ മുന്നിൽ നിൽക്കാം, ഇത്രയും കാലം ആണുങ്ങളല്ലേ മുന്നിൽ നിന്നത്, അതുകൊണ്ട് ഇനി പെണ്ണുങ്ങൾ ലേഡീസ് മുന്നിൽ നിൽക്കാം, ജെൻസ് പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയെന്ന്. കഴിഞ്ഞ പരിപാടിക്ക് ഞങ്ങൾ പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്തു. നല്ല ഗംഭീരമായ ഒരു പരിപാടി അവർ നടത്തി. ഏതാണ്ട് 1000-1200 പേര് കൂടെ ഉണ്ടായിരുന്നു. ഇനി തൊട്ട് ഞങ്ങളുടെ ഉദ്ദേശം ലേഡീസിനെ മുന്നിൽ കൊണ്ടുവരിക, ഞങ്ങൾ പിന്നിൽ സഹായിക്കുക. തീർച്ചയായും ആ രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകാം. നിങ്ങൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചോളൂ. ഞങ്ങളെക്കാട്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്കാണ് സാധിക്കുന്നത്. അതുകൊണ്ട് ഇനിമേലുള്ള ഓണാഘോഷങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും, NSSൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവർ മുന്നിൽ നിൽക്കട്ടെ. ഞങ്ങൾ പിന്നിൽ നിന്ന് അവർക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. ഏതായാലും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവരുടെ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. TNS രണ്ടാമത്തെ ഓണാഘോഷത്തിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ അശോകനെ ഞാൻ കാണുന്നത് ഒരു 25 വർഷത്തിന് മുന്നായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അശോകനെ ഞാൻ ഒരു NSSൻ്റെ പ്രോഗ്രാമിനുണ്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാനും വാസുകുട്ടനും കൂടെയാണ്. അന്ന് അശോകൻ താമസിച്ചത് മുഹപ്പേരായിരുന്നു. അവിടെ പോയാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും മെമ്പറാക്കുകയൊക്കെ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലുള്ള അദ്ദേഹത്തിൻ്റെ വളർച്ച കാണുമ്പോൾ നമുക്കൊക്കെ അതിശയം തോന്നാറുണ്ട്. ഒരു വികല്പമില്ലാതെ അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയാണ് അദ്ദേഹത്തിനെ ജനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ഒരാൾ നമ്മുടെ മെമ്പറായിരിക്കുക, നമ്മുടെ പല പരിപാടികളിലും അദ്ദേഹം ഇവിടെ വന്നു ചേരുക, ഇതൊക്കെ സൗജന്യ കരയോഗത്തിൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതുപോലെ ശരത് സാറ് നമ്മുടെ മലയാളം TV തുറന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഗീത ഡിബേറ്റ് ഇല്ലാത്ത ഒരു ഇതും ഉണ്ടാകത്തില്ല. അതിൽ അദ്ദേഹം സരളമായി സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഇറങ്ങും. ഇതെന്താ അദ്ദേഹം ഇതിനെപ്പറ്റി ഇങ്ങനൊരു വീക്ഷണത്തിൽ കൂടെ കാണുന്നതെന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നും. അതുപോലെ തന്നെ നമ്മുടെ മെമ്പറായിരിക്കുന്ന അനന്തകൃഷ്ണൻ സാറ്, അദ്ദേഹം പച്ചയായ ഒരു മനുഷ്യൻ. താൻ ഇന്നൊരു ഡെപ്യൂട്ടി DSP ആയിട്ട് അദ്ദേഹം ഇന്ന് പ്രൊമോഷൻ ആയിരിക്കുന്നെങ്കിലും നമ്മുടെ കൂടെ അദ്ദേഹം സാധാരണ മനുഷ്യനായിട്ട് നമ്മുടെ കൂടെ ഇരിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ കരയോഗത്തിൻ്റെ മെമ്പറായിട്ടും നമ്മുടെ അഭ്യുദയകാംക്ഷികളായിട്ടും ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഈ കരയോഗം വളർത്തിക്കൊണ്ട് പോകാനും നടത്തിക്കൊണ്ട് പോകാനും പറ്റുന്നത്. ഈ കരയോഗത്തിൻ്റെ 32 വർഷത്തിന് മുന്നേ ആരംഭിച്ച അതിൻ്റെ ഉത്ഭവത്തിൽ കൂടെ ഇരുന്ന ഒരു വ്യക്താവെന്നുള്ള രീതിയിൽ എനിക്ക് ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒത്തിരി അഭിമാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അന്നൊക്കെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞുകൊണ്ട് ഒരു കല്യാണത്തിനും ഒരു ചരമത്തിനും പോയി എന്തെങ്കിലും ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടണമെന്നുള്ള രീതിയിലാണ് ഞങ്ങളിത് ആരംഭിച്ചത്. പക്ഷേ ഇന്ന് 17 കരയോഗങ്ങളോട് കൂടിയ ഒരു വടവൃക്ഷമായി ഇത് വളർന്നു നിൽക്കുന്ന കാണുമ്പം തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളെപ്പോലുള്ള സഹൃദയരുടെ സഹായം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു 15 വർഷത്തിന് മുമ്പ് കിട്ടിയാണ് നമ്മുടെ ശിവദാസപിള്ള സാറെ. അദ്ദേഹം എന്ന് NSSൻ്റെ കാര്യവും പറഞ്ഞ് നമ്മുടെ കാലെടുത്ത് വെച്ചോ അന്ന് തൊട്ട് ഇതുവരേക്കും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ സമഭാവനയോടെ എല്ലാവരോടും പരിചയപ്പെടുന്ന ശിവദാസപിള്ള സാറിനും എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സെക്രട്ടറി പോയിട്ടൊരു പുതിയ സെക്രട്ടറി വരുമ്പം ഇവരെങ്ങനെ ഇത് നടത്തും എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമേ വന്നിട്ടില്ല. പ്രദീപിൻ്റെ
താങ്ങും തണലിൽ ഇന്ന് തമിഴ്നാട് നായർ സൊസൈറ്റി നല്ല ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയായിട്ട് വളർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അതുപോലെ 10 വർഷമായിട്ട് ഊർജ്ജസ്വലനായ നമ്മുടെ പ്രസിഡന്റ് SS രാജേന്ദ്ര, അതുപോലെ നമ്മുടെ രമാ പണിക്കർ പ്രസിഡന്റ്, തമിഴ്നാട് നായർ സർവീസ് സൊസൈറ്റിയുടെ വിമൻസ് വിങ്ങിൻ്റെ സെക്രട്ടറി രാധാദേവി, അതുപോലെ പ്രശാന്ത്, അങ്ങനെ എല്ലാവരും ഇന്ന് ഊർജ്ജസ്വലതയോടെ ഇന്ന് ഈ പ്രോഗ്രാം ഇത്ര സക്സസ്ഫുള്ളായിട്ട് പ്രവർത്തിക്കാൻ ഒരു 10 യുവാക്കൾ ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രവർത്തനം നമുക്ക് കാഴ്ചവെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ അശോകൻ പറഞ്ഞില്ലേ, നമ്മൾ തമിഴ്നാട് മാത്രമല്ല കേരളത്തിലേക്കും അതിൻ്റെ അപ്പുറം ബാംഗ്ലൂരിലേക്കും ഡൽഹിയിലേക്കും ഒക്കെ പോയി എല്ലാവർക്കും ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഓണം വലിയ രീതിയിൽ ആഘോഷിക്കണമെന്ന്. ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും സമഭാവനയുടെയും എല്ലാം പ്രതീകമായ ഓണാഘോഷത്തിനെ നല്ല രീതിയിൽ കാണാനുള്ള നമ്മുടെ മനസ്സാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ സംഘടനയെ ഇനി നല്ല രീതിയിലേക്ക് വളർത്താൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കും. അതിന് നിങ്ങളുടെയൊക്കെ സഹായ സാന്നിധ്യം ഞങ്ങൾക്കുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സമുദായ സ്നേഹികളായ സഹോദരി സഹോദരന്മാർ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം, നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സൗത്ത് ചെന്നൈ കരയോഗത്തിൻ്റെ ഹരിതമുഖം ശ്രീ SS രാജേന്ദ്രൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ, കൗമാര കാലത്തു മുതൽ സിനിമയെ കണ്ടറിയാൻ തുടങ്ങിയ കാലം മുതൽ അത്ഭുതത്തോടെ നോക്കിക്കണ്ട നടന വൈഭവം ശ്രീ അശോകൻ, മലയാള പിന്നണി ഗാനശേഖരത്തിന് അതുപോലെ തമിഴ് പിന്നണി ഗാനങ്ങൾക്കും സംഗതികൾ മൂലം തനത് ചിത്രമെഴുതി ചേർത്ത പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ശരത് അവർകൾ, താൻ പോയ മേഖലകളിലെല്ലാം ഔദ്യോഗിക തലത്തിൽ തനതായ സംഭാവനകൾ നൽകിയ ഉദ്യോഗസ്ഥൻ അനന്തകൃഷ്ണൻ സാർ, TNSSന്റെ സ്ഥാപക ദിനം മുതൽ ശക്തമായ സ്ത്രീ സാന്നിധ്യം കൊണ്ട് നമ്മെ അതിശയിപ്പിക്കുന്ന ചുറുചുറുക്കുള്ള ശ്രീമതി സുശീല ഗോപാലകൃഷ്ണൻ അവർകൾ, TNSS വനിതാ വിഭാഗത്തെ ശക്തമായ സാന്നിധ്യമായി നയിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീമതി രാധാദേവി, TNSS സൗത്ത് ചെന്നൈ കരയോഗത്തിന്റെ ചുറുചുറുക്കുള്ള ജനറൽ സെക്രട്ടറി ശ്രീ പ്രശാന്ത്, ഈ പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനർ ശ്രീ ഗോവിന്ദ്, TNSS സൗത്ത് ചെന്നൈ വനിതാ സംഘത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി രമാ പണിക്കർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സൗത്ത് ചെന്നൈ കരയോഗത്തിന്റെ പ്രിയപ്പെട്ട അംഗങ്ങളെ, കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ മനം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നമ്മളിപ്പോ ഓണത്തെക്കുറിച്ച് ആഘോഷിക്കാൻ ആണല്ലോ വന്നിരിക്കുന്നത്. ഓണം കഴിഞ്ഞാൽ കൂടെ ഒരു 2 കാര്യം മാത്രം പറയാം. ബേജാറാവണ്ട, കൂടുതൽ സമയം എടുക്കില്ല. കാരണം എനിക്കാണ് ബേജാറ്. നിങ്ങളൊരു പക്ഷേ മഹാബലിയെ ചോട്ടിത്താഴ്ത്തിയ പോലെ എന്നെ ഇവിടെ ചോട്ടിത്താഴ്ത്തി കഴിഞ്ഞാൽ അത് വലിയൊരു ഇഷ്യൂ ആവും. അതുകൊണ്ട് 2 കാര്യം. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന, അറിഞ്ഞിരുന്ന, ഇപ്പൊ കൂടെ നമ്മൾ പറയുന്ന ഒരു കാര്യം, പ്രശസ്തനായ സമത്വമുള്ള നീതിമാനായ മഹാബലി ചക്രവർത്തിയുടെ ഭരണത്തിൽ അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ സമീപിക്കുകയും വാമനാവതാരമെടുത്ത് മഹാവിഷ്ണു മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുകയും ചെയ്തു. അപ്പോൾ അതൊരു അസമത്വമാണത്, ഒരു നീതിപൂർവകമായ ഒരു സംഗതിയല്ല. പക്ഷേ നമ്മൾ എല്ലാവരും എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഈ ഓണാഘോഷത്തിന്
ഒരു അസമത്വത്തിന്റെ ചിത്രം എഴുതുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ വിഷമമായിട്ട് തോന്നി. അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊന്ന് അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ നോക്കിയത്. ആക്ച്വലി വാമനൻ എന്ന് പറയുന്ന അവതാരം മഹാബലിയെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി ജനിച്ച വ്യക്തിയല്ല. കശ്യപ മഹർഷിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു, അദിതി, ദിതി. അദിതിയുടെ മകനായി ജനിച്ച വ്യക്തിയാണ് വാമനൻ. അതിൽ ദിതിയുടെ മകനായി ജനിച്ച വ്യക്തിയാണ് ഹിരണ്യകശിപു. ഹിരണ്യകശിപുവിന് ഒരു മകനുണ്ടായിരുന്നു, പ്രഹ്ലാദൻ. പ്രഹ്ലാദന്റെ മകൻ വിലോചനൻ. ആ വിലോചനന്റെ മകനാണ് ഈ മഹാബലി എന്ന വ്യക്തി. ആ മഹാബലിയുടെ മുതുമുത്തച്ഛനാണ് ശരിക്ക് വാമനൻ. മഹാബലിയെ ചവിട്ടിത്താഴ്ത്താൻ വേണ്ടി അവതാരമെടുത്ത് അപ്പോൾ ഉത്ഭവിച്ച ഒരു വ്യക്തിയൊന്നുമല്ല. അങ്ങനെ മഹാബലി നീതിമാനും വളരെ കാര്യപാത്ര പ്രസക്തമായി ഭരണം നിർവഹിക്കുന്ന ഒരു വ്യക്തിയുമായിരുന്നു എന്ന് നമുക്കറിയാം. ആ 4 വരികളിലേ ഉണ്ട്. പാട്ട് ഞാൻ പാടുന്നില്ല. ശരസാർ പോലുള്ള ഒരാൾ അദ്ദേഹം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ആ പാട്ട് പാടിയിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങ് ആർക്കും ഒട്ടില്ല താനും. മാവേലി നാട് വാഴുമ്പോൾ എല്ലാവരും ഒന്നുപോലെയാണ്, സമത്വമുണ്ടായിരുന്നു, ആമോദം, എല്ലാവർക്കും സന്തോഷമുണ്ടായിരുന്നു, ആപത്താർക്കുമില്ല, എല്ലാവർക്കും സുരക്ഷിതത്വമുണ്ടായിരുന്നു. അപ്പോ സമത്വവും സന്തോഷവും സുരക്ഷിതത്വവും ഉണ്ടായിരുന്ന ഒരു ഭൂതകാലം നമുക്കുണ്ടായിരുന്നു. ആ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ, കവി പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ആ ഭൂതകാലത്തിന്റെ ഓർമ്മകൾ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഭാവി തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനാകുമെങ്കിൽ അതുതന്നെയാണ് ഓണാഘോഷം. നമ്മുടെ വരും തലമുറയ്ക്ക് ആ സമത്വവും സന്തോഷവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടാവാൻ നമ്മൾ ആഗ്രഹിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഓരോ ഓണാഘോഷങ്ങളും അതിൻ്റെ ഫലപ്രാപ്തി അടയുന്നു. ഇവിടെ നമ്മൾ മഹാബലിക്കുണ്ടായ ഒരു സംഭവം, അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനായിരുന്നു, നീതിമാനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ചുറ്റും ഒരു ഉപജാപക വൃദ്ധമുണ്ടായിരുന്നു. ആ ആളുകൾ പറഞ്ഞു ബലിപ്പിച്ചത് അങ്ങ് വളരെ ബലവാനാണ്, ധർമ്മിഷ്ഠനാണ്, നീതിമാനാണ്, അങ്ങൊരു വലിയ യാഗം നടത്തണം, 3 ലോകവും അങ്ങ് കീഴ്പ്പെടുത്തണമെന്ന്. അത് കേട്ട് ഒരു കടുകുമണിയുടെ അളവിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു അഹങ്കാരം, വളരെ ചെറുതാണ്. അതിന്റെ ഫലമായി അദ്ദേഹം യാഗം നടത്തുമ്പോഴാണ് ദേവകൾ പേടിച്ച് തങ്ങളെ ആക്രമിക്കും, തങ്ങളുടെ രാജ്യം കൈയടക്കുമെന്ന്. അപ്പോഴാണ് വാമനന് വന്ന് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്തത്, നീ ചിരഞ്ജീവിയായി വാഴുക എന്ന് അനുഗ്രഹിക്കുകയാണ് ചെയ്തത്. ചിരഞ്ജീവിയായി വാഴാനുള്ള അനുഗ്രഹം ദേവന്മാർക്ക് മാത്രം പ്രാപ്തമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ മഹാബലിക്ക് ചിരഞ്ജീവിയായി വാഴാനുള്ള അനുഗ്രഹവും സുതലം എന്ന ഒരു മഹാരാജ്യത്തെ രാജാവായി വാഴിക്കാനുള്ള ഒരു അനുഗ്രഹവുമാണ് കൊടുത്തത്. അദ്ദേഹം അവിടെ രാജാവായി സുഖമായിട്ട് വാഴുകയാണ്. കൊല്ലത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണാൻ വരുന്ന ആ അസുലഭ മുഹൂർത്തമാണ് ഓണമായി നമ്മൾ ആഘോഷിക്കുന്നത്. ആ മനോഹരമായ സങ്കല്പം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമ്മൾ പൂക്കളമിടുന്നു. ഒരു ചെറിയ പൂ കാണുമ്പോഴുള്ള ഭംഗിയേക്കാൾ വളരെ മനോഹരമാണ് ഒരു കൂട്ടം പൂക്കൾ വെച്ചുള്ള ഒരു പൂക്കളം നമ്മൾ കാണുമ്പോൾ. ആ സന്തോഷം ആ പൂക്കളം ഇട്ട വ്യക്തിക്ക് മാത്രമല്ല, അതൊരു കുടുംബത്തിലേക്കും ആ കുടുംബത്തിൽ നിന്ന് ഒരു സമൂഹത്തിലേക്കും പകർന്നു കൊടുക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ നമ്മളുടെ കർത്തവ്യം പൂർത്തിയാക്കുന്നത്. കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ സ്നേഹവും നമസ്കാരവും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അതാണ് ഇന്നത്തെ വേദി, ഈ ഓണാഘോഷം 32ാമത്തെ കുടുംബസംഗമവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മഹത് വ്യക്തിത്വങ്ങൾക്ക് സ്നേഹ നമസ്കാരം, സദസ്സിനും സ്നേഹ നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ വേദിയിൽ ഇന്നിവിടെ നിൽക്കുന്നത്. സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും കണ്ടതിലും. അതേപോലെ തന്നെ ഓണം എന്ന സങ്കല്പം ഇപ്പോൾ കുറച്ചു മുന്നെയാണ് പ്രദീപേട്ടൻ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിവരിക്കാൻ ഇനി നമുക്ക് വാക്കുകളില്ല. സന്തോഷത്തോടുകൂടി എല്ലാവരുടെയും ചിരിയും സന്തോഷവും അതേപോലെ തന്നെ കൂട്ടായ്മയും ആവട്ടെ ഓണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. കൂടുതൽ
ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. താങ്ക് യു ദേവി ചേച്ചി. സൗത്ത് ചെന്നൈ കരയോഗം ലേഡീസ് വിംഗ് പ്രസിഡന്റ് ശ്രീമതി രമാ പണിക്കർ, രമ ചേച്ചിയെ പൊന്നാട അണിയിച്ച് ആദരിക്കാനായി ശ്രീമതി ബിന്ദുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീമതി ബിന്ദു. രാഷ്ട്രപതികൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 2024 രൂപീകരമായ വനിതാ വിഭാഗം സൗത്ത് ചെന്നൈ കരയോഗത്തിൻ്റെ ഒരു നെടും തൂണായി മാറിയിരിക്കുന്നു. ഓരോ മാസവും കൃത്യമായ മീറ്റിങ്ങുകളും അവിടെ എടുക്കുന്ന തീരുമാനങ്ങളും അനുസരിച്ച് പല പ്രവർത്തനങ്ങളും ഇതുവരെ നടത്തി പോന്നിട്ടുണ്ട്. രക്തദാന ക്യാമ്പ്, വൃദ്ധസദനം സന്ദർശിക്കൽ, ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കൂടെ ഒരു ദിവസം, ഇങ്ങനെ എടുത്തു പറയുക പല പ്രവർത്തനങ്ങളും കാഴ്ചവയ്ക്കുക ഉണ്ടായി. 2025 ഏറ്റവും മികഞ്ഞ വനിതാ കരയോഗത്തിനുള്ള പുരസ്കാരം നേടാനും സൗത്ത് ചെന്നൈ കരയോഗത്തിൻ്റെ വിഭാഗത്തിന് കഴിഞ്ഞു. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനായി നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. ഓണം കൂട്ടായ്മയുടെ ഉത്സവമാണ്. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ വിജയകരമാക്കാൻ വനിതകളുടെ പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണ്. സമൂഹത്തിൻ്റെ വളർച്ച സ്ത്രീകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ആഘോഷങ്ങൾ തീരാതിരിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു രമ ചേച്ചി. അടുത്തതായി ഒരു അവാർഡ് സമ്മാന വിതരണമാണ് ഫോർ അക്കാഡമിക് എക്സലൻസ്. നമ്മുടെ കരയോഗത്തിലെ കുട്ടികളിൽ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പുരസ്കാര വിതരണമാണ്. CBSE 10ാം ക്ലാസ് ആണ് ആദ്യം. ഫസ്റ്റ് പ്രൈസ് R റനീഷ്. B രജിത്തിന്റെയും പ്രവീണയുടെയും മകനാണ് R റനീഷ്. മോൻ ഇവിടെ ഉണ്ടെങ്കിൽ മോൻ വേദിയിലേക്ക് വരിക, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഉണ്ടെങ്കിൽ അവർ വേദിയിലേക്ക് വരിക. 10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് പ്രൈസ് CBSE 96.8% R റനീഷ്. AS അവ്യുക്ത്. NV അജികുമാറിന്റെയും ഷീജയുടെയും മകൻ AS അവ്യുക്ത്. AS അവ്യുക്തോ അവ്യുക്തിന്റെ പേരൻസോ ഇവിടെ ഉണ്ടോ? വന്നിട്ടില്ല. CBSE 12th സ്റ്റാൻഡേർഡ് ആണ്. അല്ല, സോറി, 10ാം ക്ലാസ്സിന്റെ സ്റ്റേറ്റ് സിലബസിൽ 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് പ്രൈസ് ഹരിനാരായണൻ. ജലജയുടെയും രാജേഷിന്റെയും മകൻ ഹരിനാരായണൻ. സമ്മാനം നൽകി. CBSE 12th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് പ്രൈസ് അഭയ് എ നായർ. അജയകുമാറിന്റെയും പാർവതിയുടെയും മകൻ, എൻ്റെ മകനാണ്. അഭയ് എ നായർ ഫസ്റ്റ് പ്രൈസ്. അഭയ് ഇല്ലാത്തതിനാൽ അവന്റെ അച്ഛൻ നൽകാനായി ശ്രീ ശരത് സാറിനോട് അഭ്യർത്ഥിക്കുന്നു. സെക്കൻഡ് പ്രൈസ് M തരുൺ. മനോജ് കുമാറിന്റെയും അഞ്ജലിയുടെയും മകനാണ് M തരുൺ.
മനോജ് കുമാർ, അഞ്ജലി ആരുമില്ല. ഓക്കെ, ഉണ്ട്. സോറി 12th സ്റ്റാൻഡേർഡ് സെക്കൻഡ് പ്രൈസ് എം തരുൺ. സമ്മാനം നൽകാനായി ശ്രീ അനന്തകൃഷ്ണൻ സാറിനോട് അഭ്യർത്ഥിക്കുന്നു. വിളിക്കുന്നു. ശ്രീ ഗോവിന്ദനെ ഒന്ന് ആദരിക്കാനായി, പൊന്നാര അണിയിച്ച് ആദരിക്കാനായി ശ്രീ അരുണിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ശ്രീ അരുൺ. ശ്രീ ഗോവിന്ദനെ ആദരിക്കുന്നത് ശ്രീ ശരത് സാറാണ്. കൊടുക്കും. നമ്മുടെ പരിപാടി നല്ല രീതിയിൽ നടത്താൻ രാവും പകലും അധ്വാനിച്ചവരാണ് കൺവീനർമാർ ശ്രീ ഗോവിന്ദും ശ്രീ രമേശ് വാസുദേവനും. സദസ്സിലെ വിശിഷ്ട വ്യക്തികൾക്കും സൗജന്യ കരകത്തിലെ എൻ്റെ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഈ ഓണാഘോഷം നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തെ പ്രയത്നത്തിൻ്റെ ഒരു പരിസമാപ്തിയാണ്. ഈ സമയത്ത് ഒട്ടുമിക്ക അംഗങ്ങളെ നേരിട്ട് കാണാനും സംസാരിക്കാനും കൂടുതൽ അറിയുവാനും കഴിഞ്ഞു. നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളൊരു വലിയ കുടുംബത്തിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു ഈ ഒരു മാസത്തെ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസിൽ കൂടെ. ഇത് നമുക്ക് മുമ്പോട്ടും കണ്ടിന്യൂ ചെയ്ത് പോകണം. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. നന്ദി പ്രസംഗം. ഇതുവരെ എല്ലാം മംഗളകരമായി നടത്താൻ സഹായിച്ച സർവേശ്വരനോട് കടപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഒരാൾക്ക് നൽകാൻ കഴിയുന്നതിൽ ഏറ്റവും വിലയേറിയ സമ്മാനം നമ്മുടെ സമയമാണ്. നമ്മുടെ വിശിഷ്ടാതിഥികൾ അവരുടെ തിരക്കേറിയ സമയത്തിനിടയ്ക്കും നമുക്കായി ഒരു ദിവസം മാറ്റിവെക്കാനും നമ്മോടൊപ്പം ചെലവഴിക്കാനും കണ്ടെത്തിയ ഈ മനസ്സ് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. എൻ്റെ പേരിലും സൗജന്യ കരയോഗത്തിൻ്റെ പേരിലും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ഇനി ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്ന TNSSൻ്റെ ഭാരവാഹികളായ ശ്രീ ശിവദാസൻ പിള്ള, ശ്രീ പ്രദീപ്, ശ്രീ മധുസൂദനൻ പിള്ള, ശ്രീ CK വാസുക്കുട്ടൻ എന്നിവരെ ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അവരുടെ ഗൈഡൻസ് ആണ് ഞങ്ങളുടെ ഗൈഡിംഗ് ഫോഴ്സ്. ലേഡീസ് വിങ്ങിൻ്റെ സാരഥികളായ ശ്രീ രാധാദേവി, രമാ പണിക്കർ, ശ്രീ ലതാ കരുണാകരൻ, ശ്രീ സോന്തവി ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. സൗജന്യ കരയോഗത്തിൻ്റെ സാരഥികളായ ശ്രീ രാജേന്ദ്ര, ശ്രീ പ്രശാന്ത്, ശ്രീ ലളിത രാധാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ ഗോപാലകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീരംഗൻ, ശ്രീ ബിന്ദു എന്നിവർക്കും എക്സിക്യൂഷൻ കമ്മിറ്റിക്കും ഈ തരുണത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സംഘാടന സമിതിയുടെ ഭാഗമായി നിഷ്കാമ കർമ്മം നടത്തിയ ശ്രീ രമേശ് വാസുദേവൻ, ശ്രീ K മുരളി, അരുൺ രാജ്, അനിത മേനോൻ, പത്മനാഭൻ, പ്രശാന്ത്, ഗോവിന്ദൻകുട്ടി, പാർവതി, ശിവകുമാർ, ലളിത മോഹൻ, പ്രദീപ് കുമാർ ഇവരെല്ലാം സ്ക്രീനിൻ്റെ പിറകിൽ നിന്നുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയും നന്നായിട്ട് സംഘടിപ്പിക്കുവാനായിട്ട് നമ്മളെ സഹായിച്ചത്. ഈ തരുണത്തിൽ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പരിപാടി വർണ്ണാഭമായി അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാ അംഗങ്ങൾക്കും, കരയോഗത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും കരയോഗത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്ര മനോഹരമായി നടത്താൻ നമ്മോടൊപ്പം നിന്ന എല്ലാ അംഗങ്ങളോടും, അതുപോലെ തന്നെ സ്പോൺസേഴ്സിനോടും, അതുപോലെ ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ്, LED ഇവയെല്ലാം അറേഞ്ച് ചെയ്യാൻ സഹായിച്ച മദൻ ആൻഡ് ടീം, അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ഓണത്തിൻ്റെ അവസരത്തിൽ തനിമ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ചീഫ് ഗസ്റ്റുകളും അതുപോലെ തന്നെ ഗസ്റ്റ് ഓഫ് ഓണേഴ്സ് ആയിട്ടുള്ള എല്ലാവരും പറഞ്ഞത് അടക്കം നമുക്കായി ജീവിക്കുന്നതിന് പകരം എല്ലാവർക്കും വേണ്ടി സമത്വത്തിലും സാഹോദര്യത്തിലും പരസ്പര ബഹുമാനത്തിലും ഊന്നിയ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനായി ശ്രമിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. നന്ദി, നമസ്കാരം. താങ്ക് യു. സോറി, ഞാൻ മിസ് ഔട്ട് ചെയ്തു. ഇത് സൗജന്യ കരയോഗത്തിൻ്റെ പരിപാടി ആണെങ്കിൽ കൂടി മറ്റ് കരയോഗങ്ങളിൽ നിന്ന് വന്ന്
നമ്മളെ എപ്പോഴും എൻകറേജ് ചെയ്തിരുന്ന മറ്റു കരയോഗങ്ങളിലുള്ള എല്ലാ കരയോഗത്തിലുള്ള അംഗങ്ങളെയും ഞാൻ ഈ തരുണത്തിൽ സ്മരിക്കുന്നു. നന്ദി. ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ. ഇനിയും വരിക. താങ്ക് യു. താങ്ക് യു സോ മച്ച്. സാംസ്കാരിക സമ്മേളനം സമാപിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു ഫോട്ടോ സെഷൻ അതിഥികളോടൊപ്പം എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരോടും വേദിയിലേക്ക് വരാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നെ ഞാൻ വിളിച്ചില്ല എന്ന് പറയരുത്, ഞാൻ എല്ലാവരും വിളിക്കുന്നുണ്ട്. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരും ദയവായി വേദിയിലേക്ക് വരിക. അതിഥികളോടൊപ്പമുള്ള ഒരു ഫോട്ടോ സെഷനാണ്. എല്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരും വേദിയിലേക്ക് വരിക. വരിക. എല്ലാ ഓഫീസ് ബെയറേഴ്സ് ആൻഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് വേദിയിലേക്ക് വരിക. ഇത് അവസാന വിളിയാണ്. ഇപ്പൊ വന്ന ഫോട്ടോ എടുക്കും. പോയി ആഹാരം കഴിച്ചിട്ട് തിരിച്ചു വന്ന് ഇവിടെ വന്ന് സമാധാനമായി ഇരുന്ന് നല്ലൊരു സദ്യ കഴിച്ചിട്ട് തിരിച്ചു വന്ന് സുഖമായി സമാധാനമായി ഇരുന്ന് മറ്റ് കലാപരിപാടികൾ, ബാക്കി പരിപാടികൾ ആസ്വദിക്കാൻ ഏവരോടും അഭ്യർത്ഥിക്കുന്നു. അവന്റെ സമ്മാനം നൽകാനായി ശ്രീ അശോകനോട് അഭ്യർത്ഥിക്കുന്നു. മോന്റെ സമ്മാനമാണ് റെനീഷിന് സമ്മാനം നൽകാനായി ശ്രീ അശോകൻ. ഒന്ന് കൈയടിക്കൂ. ഇപ്പോഴല്ലേ ശരത് സാർ പറഞ്ഞത് ആ മോൻ 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് പ്രൈസ് ആണ്, ഫസ്റ്റ് റാങ്ക് അല്ല, നമ്മുടെ കരയോഗത്തിലെ കുടുംബാംഗങ്ങൾക്കിടയിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ മോനാണ്. 96% വാങ്ങിച്ച മിടുക്കനാണ്. താങ്ക് യു. ഓണാഘോഷത്തിൽ പ്രവർത്തിക്കാൻ വന്ന ഊർജ്ജസ്വലരായ ആ ചെറുപ്പക്കാർ ഒന്ന് വേദിയിലേക്ക് വരിക. la 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 la
താങ്ക് യു സേതുട്ട, ചന്ദന ചേച്ചി. അവിടെ ദയവായി പോയി കഴിച്ചിട്ട് വീണ്ടും വന്നിവിടെ ഇരിക്കുക. നമുക്കപ്പോൾ പരിപാടികൾ തുടങ്ങാം. വീണ്ടും നമ്മുടെ കൊച്ചുകുട്ടികൾ ഡാൻസ്, ഫ്യൂഷൻ ഡാൻസ് ബൈ കിഡ്സ്. നതാഷ, സംസ്കൃതി, പ്രീതി, മിത്ര, ശ്രീ വെങ്കടലക്ഷ്മി. Thank you.
കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഇതുപോലത്തെ ഒരു കഴിഞ്ഞില്ലല്ലോ ഒരു ഡാൻസ്, ഇത്രയും മനോഹരമായ ഒരു ഡാൻസ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരുപോലെ ഒരുമിച്ച് കളിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമെങ്കിലായിട്ടാണ്. അപ്പൊ ഈ കൊച്ചു മെഡിക്കന്മാർക്കും മെഡിക്കുകൾക്കും അവർക്ക് എന്ത് രസമായിട്ട് അവർ കളിച്ചത്. അപ്പൊ നല്ലൊരു കൈയടി മക്കളെ നിങ്ങൾ കേട്ടോ, നിങ്ങൾ അടിപൊളിയായിരുന്നു. ഓക്കെ, അടുത്തതൊരു സെമി ക്ലാസിക്കൽ കച്ചേരിയാണ് അവതരിപ്പിക്കുന്നത് കുമാരി അവന്തികയും കുമാരി അപർണ ഗിരീഷും. ഒപ്പം അവരുടെ കൂടെ ഹാർമോണിയസ്റ്റും അവർ വരട്ടെ, വന്നു കഴിഞ്ഞതിന് ശേഷം അവരെ വീണ്ടും അവരെ പരിചയപ്പെടുത്താം. ഒരു സെമി ക്ലാസിക്കൽ മ്യൂസിക്കൽ കച്ചേരി. ഒരു സോളോ പെർഫോമൻസിനായി ശ്രീ സേതു റെഡി ആയിരുന്നു, അദ്ദേഹത്തിന് ഇപ്പൊ കാണുന്നില്ല. ആ വിളിക്കുമ്പോൾ കൈവക്കി കാണിക്കട്ടെ, എനിക്ക് കാണാവോ? പവിത്രമോതിരം ചാട്ടി സൂര്യഗായത്രി തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തന്തങ്കത്തൂവൽ ഉടഞ്ഞു വിണ്ണിലും മണ്ണിലും നിളപാടുമ്പോൾ പുലരിയാടുമ്പോൾ സൂര്യവദനം ദീപനാളങ്ങളാ തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തന്തങ്കത്തൂവൽ ഉടഞ്ഞു വിണ്ണിലും ഈ മണ്ണിലും.
തളരും വെയിലും മഴവില്ലും തെങ്കാറ്റും താരാടുമ്പോൾ പലതുള്ളി പൂന്തേൻ മഴയും പുലികളിൽ തളരും വെയിലും മഴവില്ലും തെങ്കാറ്റും താരാടുമ്പോൾ ഇന്നലെ നീ ഊഞ്ഞാലിൽ തൊട്ടില്ലെന്നോ കണ്ടിട്ടും കുഞ്ഞാത്തോൾ മിണ്ടിയില്ലെന്നോ എവിടെ നിന്നോട് കുഴലും പാലാടത്തിരുമയും ഉത്രാട തിരുനാളിൽ കുടിയേറി വന്ന തുമ്പി തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തൻ തങ്കത്തൂവൽ ഉടഞ്ഞു വീട്ടിലും ഈ മണ്ണിലും നിലപാടുമ്പോൾ പുലരിയലാടുമ്പോൾ സൂര്യവതരം ദീപനാളങ്ങളായി തുമ്പപ്പൂവിൽ ഉണർന്നു വാസരം ഹരിവാസരം തൻ തങ്കത്തൂവൽ ഉടഞ്ഞു വീട്ടിലും ഈ മണ്ണിലും തന്നെ.
ശ്രീ